അവിടെ നിങ്ങൾക്ക് പിന്നെ പോക്കറ്റ് മണിക്ക് വേണ്ടിയിട്ടല്ലേ അല്ലേ? ചിലപ്പം ഈ സ്ത്രീ ആയിരിക്കും വീട്ടിലെ അമ്മേനെയും അച്ഛനെയും നോക്കുന്നത്, ഭർത്താവിനൊക്കെ കള്ളുകൂടിയായിരിക്കും അല്ലെ? ഫീസ് അടയ്ക്കുന്നത് അവരായിരിക്കാം അല്ലെ? നമുക്കറിയോ? ഇല്ല, ഓരോ ആൾക്കും വ്യത്യസ്തമായ കഥകളാണുള്ളത്, വ്യത്യസ്തമായ കഥകളാണ്. അപ്പൊ ഹെൽത്തിന്റെ കാര്യത്തിലും നമ്മൾ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട്, ജോലിയുടെ കാര്യത്തിലും പൊളിറ്റിക്സിലും ഫാമിലിയിലും എല്ലായിടങ്ങളിലും നമ്മൾ ചൂഷണം അനുഭവിക്കുന്നുണ്ട് അല്ലെ? പിന്നെ അതേപോലെയാണ് ജോലി സ്ഥലത്തും മറ്റു സ്ഥലങ്ങളിൽ ഉണ്ടാകുന്ന അതിക്രമങ്ങളും പീഡനങ്ങളും. എന്തിന്? ലൈംഗിക അതിക്രമങ്ങളും അല്ലെ? നമ്മള് അതീവ ദുഃഖത്തോടു കൂടിയാണ് നമ്മൾ കണ്ടിട്ടുണ്ടാവല്ലേ കോഴിക്കോട് ഒരു ഹോട്ടലില് അല്ലെ, അവിടുത്തെ ജീവനക്കാരി, നിങ്ങളെ ന്യൂസ് കണ്ടിട്ടില്ലേ? ആരും കണ്ടിട്ടില്ല? കോഴിക്കോട് ഒരു ഹോട്ടലിലെ ജീവനക്കാരിയാണ്, അവിടെ ഹോട്ടൽ മാനേജ്മെന്റ് ഒക്കെ പഠിച്ചു കഴിഞ്ഞിട്ടുള്ള ഒരു ജീവനക്കാരിയാണ്. അവർക്ക് അതിന്റെ അടുത്ത് തന്നെയാണ് താമസ സ്ഥലം ഉള്ളത്. പക്ഷെ അവിടെയുള്ള മാനേജറും മറ്റ് ജോലിക്കാരും കൂടി ഇവരെടുത്ത് എന്താണ് ലൈംഗിക ചൂയോടുകൂടി സമീപിക്കുകയും ഇവരെ ബലമായി ഉപദ്രവിക്കാൻ ചെല്ലുകയും ചെയ്തു. ഈ കുട്ടിയുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഓൺ ആയിരുന്നത് കൊണ്ട് മാത്രം ആ വിഷ്വൽസ് ജസ്റ്റ് റെക്കോർഡായി. എന്നിട്ട് സ്വയരക്ഷാർത്ഥം ഈ കുട്ടി എന്താണ് ചെയ്തത്? മോളിന്ന് ആത്മഹത്യക്ക് ശ്രമിച്ചു വിത്ത് ഫോൺ. അവിടെ അവർ ബുദ്ധി പ്രയോഗിച്ചു. അതുകൊണ്ട് മാത്രം അവർ പറയുന്ന കാര്യങ്ങൾക്ക് തക്കതായിട്ടുള്ള എന്താണ്, അവർക്ക് തക്കതായിട്ടുള്ള ആ ഒരു എവിഡൻസ്, തെളിവ് അവർക്ക് അവിടെ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചൂഷണം ചെയ്യപ്പെടുന്നത്. അതേപോലെ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ, ഇതൊക്കെ ജെൻഡർ ഡിസ്ക്രിമിനേഷനിൽ വരും. പക്ഷേ ഇതൊക്കെ ഈ ചെറിയ പ്രായത്തിലെ വീട്ടിൽ നിന്ന് തുടങ്ങുന്ന സംഭവങ്ങളാണ്. ആൺകുട്ടി പെൺകുട്ടി, ആൺകുട്ടി പെൺകുട്ടി അല്ലെ? നമ്മൾ സംസാരിക്കുമ്പോൾ, ഇന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ എല്ലാ ജെൻഡറിനെ കുറിച്ചും സംസാരിക്കണം അല്ലെ? ജെൻഡർ എന്ന് പറയുന്നത് ഇങ്ങനെ മഴവില്ല് കണക്കെയാണ് അല്ലെ? മഴ വെച്ചിട്ട് പറയാൻ പറ്റില്ല. നമുക്ക് ഇക്വിറ്റി, അവസരങ്ങളാണ് വേണ്ടത്. നമ്മള് ആൺകുട്ടികളെ പഠിപ്പിക്കുന്ന സെയിം കാര്യങ്ങൾ ഗേൾസിന് പഠിപ്പിക്കണം. കാർ ഓടിക്കേണ്ടത് ആണ് മാത്രം പോയാൽ മതിയാ? ഇല്ല, ഗേൾസും ഓടിക്കുന്നുണ്ട് അല്ലെ? ഒരു ബാങ്കിൽ പോയിട്ട് ഒരു ഫോം ഫില്ലപ്പ് ചെയ്യാൻ അറിയാത്ത ഡിഗ്രിക്കും എഞ്ചിനീയറിംഗിനും പഠിക്കുന്ന കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, കണ്ടിട്ടുണ്ട്. എന്താണ്? അവർക്കറിയില്ല എങ്ങനെയാണ് ബാങ്കിൽ ഫില്ല് ചെയ്യേണ്ടത് അറിയാത്ത. ഇതേടെ എന്ത് എഴുതണ്ടേ? ഇവിടെ 500 ഉണ്ട്, ഇത് ഇൻറ്റു എന്താ ചെയ്യണ്ടേ? കാരണം എന്താ? പരിശീലിപ്പിച്ചാലേ ഇതൊക്കെ അറിയുള്ളൂ. നമുക്കെന്താ നമ്മുടെ സ്കൂളിൽ ബാങ്കിന്റെ ഫോം എങ്ങനെയാ ഫില്ലപ്പ് ചെയ്യേണ്ടത് പഠിപ്പിക്കുന്നുണ്ടോ? ഇല്ല, സത്യം ഇല്ല. നമുക്ക് ലെറ്റർ റൈറ്റിംഗ് ഒക്കെ നമുക്ക് പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ ബാങ്കിന്റെ ഫോം എഴുതാൻ ഒരു റെയിൽവേ സ്റ്റേഷനിൽ എന്താണ് നമുക്ക് റിസർവേഷൻ ടിക്കറ്റ് അത് വേണമെങ്കിൽ നമ്മൾ പഠിപ്പിക്കുന്നുണ്ടോ? സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ടോ? ഇല്ല. അപ്പൊ എന്താണ്? ഈ കാര്യങ്ങളൊക്കെ ബോത്ത് ജെൻഡർ അല്ലെങ്കിൽ എനി ജെൻഡറിനെ ഒരുപോലെ പഠിപ്പിക്കാം. പിന്നെ പാത്രം കഴുകാൻ ഗേൾസിനോട് ചിലപ്പോൾ എടുത്ത പാത്രം കഴുകിക്കൂടെ, വേറെ വീട്ടിൽ പോണ്ടല്ലേ അറിയുന്നുണ്ട്. അപ്പൊ ആൺകുട്ടിയൊക്കെ തിന്നിട്ട് അവിടെ തിന്നിട്ട് പോകും. നമുക്ക് ചിലപ്പം ഇവിടെ ഇരിക്കുന്ന അമ്മമാര് അല്ലെങ്കിൽ ചേച്ചിമാര് ഇതൊന്നും ചെയ്യുന്നുണ്ടാവില്ല. പക്ഷെ ചെയ്യുന്ന ഫാമിലി ഉണ്ട്, നമുക്ക് അത്ര അധികം അറിയുന്ന ഫാമിലി ഉണ്ട്. അപ്പൊ എന്താണ്? നമ്മൾ ആൺകുട്ടികൾക്ക് വാങ്ങി കൊടുക്കുമ്പോ കാറും ബസ്സും, എന്തിന് തോക്ക് പോലും ചിലപ്പോൾ വാങ്ങിക്കൊടുക്കും അല്ലെ? ഈ തോക്ക് വാങ്ങിക്കൊടുക്കുന്നതിനെല്ലാം അബദ്ധവശങ്ങൾ ഇപ്പോഴാണ് കൃത്യമായിട്ട് നമ്മൾ കണ്ടുകൊണ്ട് വരുന്നുള്ളത് അല്ലെ? അവൈലബിലിറ്റി, ഡ്രഗ്സിന്റെ അവൈലബിലിറ്റി, അതേപോലെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ്, പിന്നെന്താ അവർക്ക് സഹിക്കാൻ പറ്റാത്ത അമർഷവും ദേഷ്യവും ഈർഷ്യയും കാരണം അവര് പലതും ചെയ്യുന്നുണ്ട് അല്ലെ? നമ്മള് ഇപ്പൊ ഈ ഒരു 3 ആഴ്ചയായിട്ട് നമ്മൾ എന്താണ് പത്രത്തിൽ നിരന്തരം വായിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ? എന്തുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിക്കുന്നത്? നമ്മുടെ സ്റ്റൈല് നമ്മൾ മാറ്റണം. നമ്മുടെ സ്റ്റൈല് ചെറുപ്പം മുതലേ വീട്ടിൽ ഈ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. കുറേ വേദന സഹിക്കാല്ലേ? പ്രകൃതിയുടെ കാര്യം കൊണ്ട് ഗർഭം ഉണ്ടാകുന്നതും ജനന പ്രക്രിയയൊക്കെ നോർമലി നമ്മുടെ സമൂഹത്തിൽ നല്ല പ്രകൃതിയിൽ നടക്കുന്ന സംഭവങ്ങളാണ്. അതിനനുസരിച്ചാണ് നമ്മുടെ ശരീരങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പോ ജെൻഡറിന് പറയുമ്പോൾ പുരുഷന്റെ ശരീരത്തിൽ ടെസ്റ്റോസ്റ്റിറോൺ, ആൻഡ്രോജൻ എന്നീ ഹോർമോണുകളുടെ ഇതുകൊണ്ട് തന്നെ അവരുടെ മസിൽസ് ഒക്കെ കുറച്ച് ദൃഢമായിരിക്കും. അതേപോലെ എല്ലുകൾ കുറച്ച് സ്ട്രോങ് ആയിരിക്കും. മസിലിന്റെ അറ്റാച്ച്മെന്റ് കുറച്ച് വ്യത്യസ്തമായിരിക്കും. സ്ത്രീകളുടേത് കുറച്ച് വ്യത്യാസമായിരിക്കും, കുറച്ച് മെലിഞ്ഞതായിരിക്കും, കുറച്ചും കൂടെ സ്ലെൻഡർ ആയിരിക്കും. ഹിപ്പിന് വ്യത്യാസമുണ്ട്. കാരണം ഇത് പ്രകൃതിയായുള്ള ചേഞ്ചസ് ആണ് ശരീരത്തിൽ. പക്ഷേ ഇത് കൊടുക്കുമ്പോൾ സ്ത്രീകൾക്ക് വേറെ കപ്പാസിറ്റി കൊടുത്തിട്ടുണ്ട്. എത്ര പ്രതികൂല സാഹചര്യത്തിലും തരണം ചെയ്യാനുള്ള കഴിവ് സ്ത്രീക്കാണ് കൊടുത്തത്. ഒരു പനി വന്നാൽ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് മെയിൽ ജെൻഡറിനായിരിക്കും. ഒരു മഞ്ഞപ്പിത്തം അല്ലെങ്കിൽ ഒരു അസുഖം ഏതാ
അത് എന്താണ്? ബയോളജിയാണ്. അത് ബയോളജിയാണ്. അതാണ്. അപ്പൊ എന്താണ്? നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും ഒക്കെ വ്യത്യസ്തം. നമുക്ക് ലിംഗവും പുരുഷന്റെ ഒക്കെ ആയിട്ട് നമ്മൾ ജനിക്കുന്നത് ക്ലീനഫെൽറ്റർ സിൻഡ്രം, ടേണർ സിൻഡ്രം എന്നൊക്കെ വരുന്ന എന്താണ് അതുപോലുള്ള ലിംഗങ്ങളോട് കൂടി ജനിക്കുന്ന ആളുകൾ. ഓക്കെ, അതൊക്കെ നമ്മൾ എന്താ ബയോളജി. നമ്മൾ ആളുകളെ എന്താണ് അങ്ങനെ അധികം കാണുന്നില്ല. അപ്പൊ എന്താ നമുക്ക് അവരെ കാണുമ്പോൾ എന്തോ വസ്തുവാണല്ലോ, എന്തോ ആണ് അങ്ങനെ. പക്ഷെ ഇപ്പൊ ഒരുപാട് നമുക്ക് കുറെ കാര്യങ്ങൾ അറിയുന്നത് കൊണ്ട് നമ്മൾ ഇത് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. മുമ്പ് എന്താണ് ഇതിനെ എന്തോ വ്യാധി എന്നൊക്കെ ഉള്ള രീതിയിലാണ് ഇതിനെ മാറ്റി നിർത്തിക്കൊണ്ടുണ്ടായിരുന്നത്. ഓക്കെ, നമ്മൾ പറഞ്ഞത് ഈ സ്ത്രീകൾ, ഈ ജെൻഡർ ഇതെന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ നിന്ന് ബോയ്സിനോട് നമ്മൾ ആദ്യം പറഞ്ഞു പഠിപ്പിക്കും. എന്താ? ആൺകുട്ടിയല്ലേ കരയരുത്, ആൺകുട്ടിയല്ലേ കരയാൻ പാടില്ല, ബോയ്സ് കരയാൻ പാടില്ല. അപ്പൊ നിങ്ങൾ ആലോചിക്കും, പ്രശ്നം വന്നാൽ ദുഃഖം വന്നാൽ കരയണ്ടേ? നമ്മൾ ഈ കുട്ടികൾക്ക് ആവശ്യമില്ലാത്ത ഫ്രസ്ട്രേഷനാണ് കൊടുക്കുന്നത്. അപ്പൊ എന്താണ്? കുട്ടികള് എത്ര ദുഃഖം വന്നാലും കരയാൻ പോലും പറ്റാതെ അവരവിടെ ഭിന്നി പൊട്ടുകയാണ്. നമ്മൾ പറയും അപ്പൊ വൈയാണ്, സ്ത്രീകളില് XX ആണ്. അപ്പൊ ഇത് എന്താണ്? ഒരുമിച്ച് ചേരുന്ന സമയത്ത് അത് XY ആവാം, XX ആവാം. ഓക്കെ, അപ്പൊ XX ആണെങ്കിൽ അത് സ്ത്രീ, ഇറ്റ്സ് എ ഗേൾ ബേബി. XY ആവുമ്പോ ബോയ് ബേബി ആവും. പക്ഷേ ഇത് എന്താണ്? ഇത് മഴവില്ലിന്റെ എന്താണ്? വയലറ്റ്, ഇൻഡിഗോ, യെല്ലോ, റെഡ് എന്ന് പറയുന്ന പോലെ റെഡ് ഇവിടെ XX-ഉം ഇൻഡിഗോന്റെ അടുത്ത് XY ഉണ്ട്. ഇതിന്റെ നടുവിൽ പല കളറുകളും വരാം. ബയോളജി ഈസ് എ സയൻസ് ഓഫ് എക്സെപ്ഷൻ. എക്സെപ്ഷൻസ് ആണ് അല്ലേ? നമ്മൾക്ക് ഒരു കണ്ണായിട്ട് ജനിക്കാം, ചെവിയില്ലാതെയും ജനിക്കാം, നട്ടെല്ല് ഇങ്ങനെ രണ്ടായിട്ടും ജനിക്കാം. കാരണം ഏത് നിമിഷവും ഉറപ്പില്ലാതെ എന്താണ് മാറ്റങ്ങളോടുകൂടി വരാൻ പറ്റുന്ന ഒരു സംഭവമാണ് ബയോളജി. എക്സെപ്ഷൻസ് ആണ്. ഓക്കെ, ഒരുപാട് അബറേഷൻ, അതായത് ബുദ്ധിമുട്ടുകൾ, തകരാറുകൾ ഇതിൽ സംഭവിക്കാം അല്ലെ? ഇതുപോലെ പടച്ചു കിട്ടുന്നുണ്ടെങ്കിൽ ഭാഗ്യമാണ് അല്ലെ? ഇതുപോലെ എല്ലാം അതിന്റെ സ്ഥാനത്ത് കൃത്യമായി കിട്ടുന്നുണ്ടെങ്കിൽ അത് നമുക്ക് എളുപ്പമായിട്ട് തോന്നുന്നത് എന്തില്ല അല്ലെ? അത് എന്താണ്? ശാസ്ത്രമൊക്കെ ഇത്ര അതിക്രമിച്ചിരിക്കുന്നത്. സോ കാറും ബസ്സും ആണിനുള്ള ഗേൾസിനും ഒരുപോലെ വാങ്ങിക്കണം. അതേപോലെ ഒരു കുഞ്ഞിനെ പരിപാലിപ്പിക്കേണ്ടത് എന്താ? പെണ്ണിന്റെ മാത്രം ജോലിയാണോ? അല്ല, ഒരിക്കലും അല്ല. നമ്മള് ഗേൾസിനും ബോയ്സിനും ഒരുപോലെ ടോയ്സിന്റെ കാര്യമാണെങ്കിലും, വീട് വൃത്തിയാക്കുന്ന കാര്യമാണെങ്കിലും, അലക്കുന്ന കാര്യമാണെങ്കിലും, ഫുഡ് ഉണ്ടാക്കുന്ന കാര്യമാണെങ്കിലും, ഏതാണെങ്കിലും ഫോർ ബോത്ത് സെക്സ്, ബോത്ത് ജെൻഡർ ഈക്വൽ ഒരുപോലെ പഠിപ്പിക്കും. കാരണം ഭാവിയുടെ വാഗ്ദാനങ്ങളാണ്. വിശക്കുമ്പോ ഒരു മുട്ട ഓംലെറ്റ് എങ്കിലും ഉണ്ടാക്കി തിന്നാൻ നമ്മുടെ ആൺകുട്ടികൾ അറിയണം അല്ലേ? അത്യാവശ്യ ഘട്ടത്തില് ഒരു ഹോസ്പിറ്റലിലേക്ക് വണ്ടി ഓടിച്ചു പോകാൻ നമ്മുടെ പെൺകുട്ടികൾ അറിയണം. ഇതുകൊണ്ട് പല സ്ത്രീകളും പിന്നോട്ടായി പോകാറുണ്ട്. അതായത് സഞ്ചാര സ്വാതന്ത്ര്യം, ഒരു സ്കൂട്ടി എടുത്തിട്ട് പോകാൻ പറ്റുമ്പോ ആ ഒരു സുഖം ഉണ്ടല്ലോ, അത് പഠിച്ചിട്ട് പോകുമ്പോഴേ നമുക്ക് മനസ്സിലാവും. ഞാൻ തന്നെ പണ്ട് പല സ്ഥലങ്ങളിലും പോകുന്ന സമയത്ത് ബസ്സിലോ ഓട്ടോയിൽ ഇങ്ങനെ പോകും. പിന്നെ വണ്ടി പഠിച്ചു. അപ്പൊ എന്താ? എനിക്ക് ആരും നിൽക്കണ്ട, പോവാ, ഏത് സമയത്തും പോവാ. അപ്പോഴത് കഴിയുമ്പോൾ മാത്രമേ നമുക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാവും. ഓക്കെ, പിന്നെ ഇതേപോലെ വരുന്ന ഒരു സംഭവം ഉണ്ട്. നമ്മള് ഇപ്പോഴും നമ്മൾ പറയും ആൺകുട്ടി ജനിച്ചാൽ, പക്ഷെ അങ്ങനെ അല്ലാത്ത ഒരുപാട് സംസ്ഥാനങ്ങൾ ഇന്നും നമ്മുടെ ഇന്ത്യയിലുണ്ട്. ഒരു കുഞ്ഞ് എക്സാമ്പിൾ പറയാം. ഗുജറാത്തിലൊക്കെ ആയിരിക്കുന്ന സമയത്ത് അവിടെ കുറെ രാജസ്ഥാനികളെ കാണുന്നുണ്ട്. ഓക്കെ, എയർഫോഴ്സിന്റെ ക്യാമ്പിലൊക്കെ വരുമ്പോൾ ഒരുപാട് രാജസ്ഥാനികൾ. അപ്പൊ 10ല് 4 ആൾക്കാരെ പേരും സന്തോഷ് എന്ന് കണ്ടു. മീൻസ് എന്റെ സ്വന്തം അനുഭവം പറയുന്നത്. 10ല് 4 സ്ത്രീകളുടെ പേരാണ് കേട്ടോ സന്തോഷ്. നമ്മുടെ നാട്ടിൽ സന്തോഷിന്റെ പേരുണ്ടോ? ഇല്ല അല്ലെ? സന്തോഷ് എന്നുള്ള പേര് കണ്ടു. അപ്പൊ എനിക്കൊരു ക്യൂരിയോസിറ്റി, നമ്മുടെ നാട്ടിൽ സന്തോഷ് ആണുങ്ങൾക്കാണെന്നില്ലേ, പെണ്ണിനൊക്കിടലില്ല. അത് അവിടെ ഉണ്ടായ രാജസ്ഥാനികളുടെ ഒരു 10 ഗ്രൂപ്പ് ഉണ്ട്. അതിൽ 4 ആളെ പേരും സന്തോഷ്. അപ്പൊ ഞങ്ങൾക്കൊരു ക്യൂരിയോസിറ്റി തോന്നൂലേ? എനിക്ക് തോന്നി. ഞാൻ ചോദിച്ചു, ഇതെന്താ ഇങ്ങനെ എല്ലാവരും സന്തോഷിന് പേരുന്നത്? അപ്പൊ അവർ പറഞ്ഞു, ഇതറിയില്ല. ഇല്ല, അറിയില്ല. നമ്മുടെ രാജസ്ഥാനില് ഒരു എന്താണ്, അവിടെ ഗേൾ ബേബീസിന് അത്ര ഇഷ്ടമല്ല. അവർക്ക് ഡൗരി വരുന്നുണ്ട്, ബാലവിവാഹം ഉണ്ടാവുന്നുണ്ട്, അങ്ങനെ ഒരുപാട് വരുന്നതുകൊണ്ട് അവർക്ക് എന്താണ്, അവരുടെ ആ ഒരു രാജമഹിമ കൊണ്ടുപോകണമെങ്കിൽ അവർക്ക് ആ ബോയ് ബേബീസ് വേണം. അപ്പൊ എന്താ, ഗേൾ ബേബീസ് ഉണ്ടാകുമ്പോ ആദ്യത്തെ കുട്ടി ഉണ്ടായാല് അതിനെന്തെങ്കിലും ഇഷ്ടമുള്ള പേരിടും. ഓക്കെ, രണ്ടാമത്തെ കുട്ടിയും പെണ്ണായിട്ടുണ്ടെങ്കിൽ അവർ ആ കുഞ്ഞിന് സന്തോഷ് എന്ന് പേരിടും. എന്തിന്? അവര് പറയുന്നു, ദൈവമേ ഞങ്ങൾക്ക് 2 കുഞ്ഞ് തന്നില്ല, ഞങ്ങള് സന്തോഷമായി, അതുകൊണ്ട് നിന്നെ ഓർമ്മിച്ചിട്ട് ഞങ്ങള് സന്തോഷത്തിന് പേരിട്ട് 3ാമത്തെ നമുക്ക് ബോയ്സിനെ തന്നു. നേർച്ചയാണ് അവിടെ. അതുകൊണ്ടാണ്
അപ്പൊ ഞാൻ ചോദിച്ചു, ഇതെന്റെ രണ്ടാമത്തെ മക്കളും. അതെ, ആ വീട്ടിലെ ഫസ്റ്റ് ചേച്ചിയുടെ രണ്ടാമത്തെ അനിയത്തിയാണ് ഈ അവിടെ ഉണ്ടായ 4 സന്തോഷവും. അതിന്റെ താഴെ ചിലവർക്ക് പെൺകുട്ടി ഉണ്ടായി, അതിൽ ചിലവർക്ക് ആൺകുട്ടിയാണ് ഉണ്ടായത്. മനസ്സിലായി? അവര് അങ്ങനെ ഒരു കാര്യം പോലും നമ്മുടെ നാട്ടിൽ ചെയ്യാറുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. ഇനി നമ്മൾ അറിയണം, നമ്മൾ ഇത്രയും നാള് പ്രശ്നം എല്ലാം പഠിച്ചു. നമ്മൾ ഈ പ്രശ്നം മാത്രം ചിന്തിച്ചിട്ട് പോയാൽ മതിയോ? അവിടുന്ന് എങ്ങനെയാണ് ഈ ഇക്വാലിറ്റി, എങ്ങനെയാണ് റൈറ്റ്, എങ്ങനെയാണ് എന്താണ് എംപവർമെന്റ് എന്ന് അറിയണം. സോ അറിയണമെങ്കിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമുക്ക് വനിതാ ക്ഷേമ പദ്ധതികൾ എന്തൊക്കെ ഉണ്ടെന്ന് അറിയണം. എന്തൊക്കെയുണ്ട്? ാണ് തേജോമയ. അതേപോലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളത് ബാലനിധി. അപ്പൊ ഇത്രയും സർക്കാരിന്റെ ക്ഷേമ പദ്ധതികൾ നമുക്ക് ലഭ്യമായിരിക്കുന്ന അവസരമാണ് അല്ലെ? ലഭ്യമാണ്. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളുണ്ട്, നമ്മൾ ഇത് ഉപയോഗിക്കുന്നില്ലാന്നേ ഉള്ളൂ. നമ്മൾ ഇതിനെ കുറിച്ച് അറിയണം, വായിക്കണം, സംസാരിക്കണം. കാരണം നിങ്ങളാണ് ഏറ്റവും കൂടുതൽ ബേസിക് ലെവലില് ഒരു സമൂഹത്തിന്റെ അടിത്തട്ടിലേക്ക് ചെന്നെത്താൻ പറ്റുന്ന നിങ്ങൾക്കായിരിക്കില്ലേ? അല്ലേ? സത്യമല്ലേ? സത്യമാണ്. കാരണം ഒരു വ്യക്തി, ഒരു സ്ത്രീ, എന്നിട്ടാണ് ഒരു കുടുംബം, ഒരു നാട്, ഒരു വില്ലേജ്, ഒരു സിറ്റി ഒക്കെ പോകുന്നത്. അപ്പോ നിങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ഒരു വീട്ടിലെ എന്താണ് എഡ്യൂക്കേഷൻ, നോളജ് കൊണ്ടു കൊടുക്കാൻ പറ്റുന്നത് നിങ്ങൾക്കാണ്. നിങ്ങൾ ഈ കാര്യങ്ങളെ കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കുകയും നമ്മുടെ ജനങ്ങളിലേക്ക് അത് കൃത്യമായിട്ട് എത്തിക്കുകയും ചെയ്യുകയാണെങ്കിൽ എന്താണ് ഈ പദ്ധതികൾക്കൊക്കെ എന്താണ് അത് ലക്ഷ്യത്തിലെത്താൻ വേണ്ടി ഒരുപാട് സഹായിക്കും. അതേപോലെ നമ്മൾക്ക് കുറെ സുരക്ഷാ ക്രമീകരണങ്ങളും സുരക്ഷ റൈറ്റ് ഉണ്ട് നമുക്ക്. എന്തൊക്കെയാണ് കാര്യങ്ങളൊക്കെ അറിയോ? 0 FIR എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. അതായത് ഒരു സ്ത്രീ എവിടെയെങ്കിലും ബലാത്സംഗത്തിനോ അല്ലെങ്കിൽ ഏതൊരു വിധത്തിലുള്ള പീഡനത്തിന് ഇരയായപ്പെട്ടിട്ടുണ്ടെങ്കിലും അവർക്ക് ഏത് പോലീസ് സ്റ്റേഷനിലും കേസ് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ഡയറക്റ്റ് അല്ലെങ്കിൽ കൂടി അവർക്ക് എന്താണ് ഇമെയിൽ ആയിട്ടോ ലെറ്റർ, രജിസ്റ്റേർഡ് ലെറ്റർ ആയിട്ടോ നമ്മൾക്ക് പരാതി ഇടാൻ പറ്റും, പരാതി അയക്കാൻ പറ്റും. ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാവോ? അങ്ങനെ ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ കാര്യം, ആഫ്റ്റർ സൺസെറ്റ്, സൂര്യൻ അസ്തമിച്ച ശേഷം വനിതാ പോലീസ് ഉണ്ടെങ്കിൽ പോലും സ്ത്രീകൾക്ക് അറസ്റ്റ് ഇല്ല. സ്ത്രീകളെ അറസ്റ്റ് ചെയ്യരുത് എന്നാണ് നിയമം. ഈ കാര്യം അറിയാവോ? അറിയാമോ നിങ്ങൾക്ക്? ഇത് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായി പറയേണ്ടതുണ്ട്. ഓക്കെ, ഇത് ഇങ്ങനെയാണ്. പിന്നെ എപ്പോഴായാലും നമ്മുടെ അഭിമാനം, നമ്മുടെ ആദരവ്, അതായത് ഒരു വനിതാ പോലീസ് അല്ലെങ്കിൽ ഒരു വനിതാ അധികാരപ്പെട്ട ഉദ്യോഗസ്ഥ ഇല്ലാതെ ഒരു സ്ത്രീകളെയും ചോദ്യം ചെയ്യാനോ ഏതെങ്കിലും വിധത്തിലുള്ള പരിശോധനയ്ക്കോ അറസ്റ്റിനോ നമുക്ക് ആർക്കും അധികാരമില്ല. ഈ കാര്യം സ്ത്രീകളുടെ റൈറ്റ്, നമ്മുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടാനുള്ള കാര്യങ്ങളാണ്. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ അറിയണം. അതേപോലെ ഫോട്ടോ, നമ്മളുടെ അനുവാദമില്ലാതെ ഒരാൾക്കും നമ്മളുടെ ഫോട്ടോ എടുക്കാനോ, അത് നമ്മൾ ഗ്രൂപ്പായിരിക്കും നമുക്ക് എടുക്കാം കേട്ടോ. ഗ്രൂപ്പായിട്ട് എന്റെ ഫോട്ടോ എന്തിനും ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടെന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ഫോട്ടോ എടുക്കാനോ അത് ഏതെങ്കിലും വിധത്തിലുള്ള സോഷ്യൽ മീഡിയയിലോ പോസ്റ്റ് ചെയ്യാൻ പാടുള്ളതല്ല. ആ ഒരു അവകാശം അത് നമുക്കുള്ളതാണ്. അതേപോലെ നമ്മുടെ ഒരു ചിത്രം വൃത്തിയല്ലാത്ത രീതിയിൽ, നമ്മളെ അവഹേളിക്കുന്ന രീതിയിൽ, പണ്ട് കാർട്ടൂണൊക്കെ വരക്കലുണ്ടല്ലേ, ഭയങ്കര ഇങ്ങനെയൊക്കെ ആയിട്ട് വരക്കലുണ്ട്. അങ്ങനെ വരക്കുകയാണെങ്കിൽ ഇഫ് വി ഹാവ് ഒബ്ജെക്ഷൻ, നമുക്ക് പ്രശ്നമുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നമുക്ക് പരാതിപ്പെടാനുള്ള അവകാശങ്ങൾ സ്ത്രീകൾക്കുണ്ട്. അതേപോലെ ജോലി സ്ഥലത്തെ പീഡനം, ഗാർഹിക പീഡനം, ഇവയൊക്കെയും നമുക്ക് ഡയറക്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ വിർച്വൽ കംപ്ലൈന്റ് എന്ന് പറയും. അതായത് വിർച്വൽ കംപ്ലൈന്റ് ആയിട്ട് നമുക്ക് അധികാരികളെ അറിയിക്കാനുള്ള അവകാശം ഇന്ന് ഏതൊരു സ്ത്രീകൾക്കും ഉണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾക്ക് വോട്ട് ചെയ്യാനുള്ള അധികാരം, റൈറ്റ് ടു ഹാവ് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്, സാമ്പത്തിക ഭദ്രത അല്ലെങ്കിൽ ആ ഒരു ഇൻഡിപെൻഡൻസ് നമുക്കുണ്ട്. ഓക്കെ, അതേപോലെയാണ് ടു യൂസ് റിസോഴ്സ്, നമുക്ക് നമ്മുടെ വിഭവശേഷികൾ, നമ്മുടെ റിസോഴ്സ് കൃത്യമായിട്ട് ഉപയോഗിക്കാനും അതേപോലെ ഏതൊരു പൊസിഷനിലും തുല്യമായിട്ടുള്ള അവകാശങ്ങൾ സ്ത്രീക്ക് കൊടുക്കുന്നുണ്ട്. റൈറ്റ് ടു ഹാവ്
അവർ ബോഡി. നമ്മുടെ സ്വന്തം ശരീരത്തിനോടുള്ള റൈറ്റ്. നിങ്ങൾ ഗർഭിണിയാവണോ, നിങ്ങൾ പ്രസവിക്കണോ, ഇത് നമ്മുടെ റൈറ്റ് ആണ്. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഓക്കെ, അപ്പൊ ഈ റൈറ്റ്, ഇതൊക്കെ സ്ത്രീകൾക്കുള്ള അവകാശങ്ങളാണ്. അപ്പൊ ഈ അവകാശങ്ങൾ നിങ്ങൾ എന്ത് വില കൊടുത്തും സംരക്ഷിക്കണം, ശബ്ദിക്കണം. ഇതാണ് എന്തെന്നറിയോ, ഞാനൊരു കാര്യം പറയാം. നമ്മുടെ കാസർഗോഡ് തന്നെയുള്ള എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു. കല്യാണം കഴിഞ്ഞു, ഹസ്ബൻഡിന്റെ കൂടെ പോയി. അവിടെ അവൾക്ക് ഗാർഹിക പീഡനവും ബുദ്ധിമുട്ടും വന്നു. ആള് ഫോൺ വിളിച്ച് വീട്ടിൽ പറഞ്ഞ്, അച്ഛ എനിക്ക് പറ്റുന്നില്ല, ഉപദ്രവിക്കുന്നുണ്ട്, പൈസ ചോദിക്കുന്നുണ്ട്, ശമ്പളം ചോദിക്കുന്നുണ്ട്. ഞാൻ കുറെ കൊടുത്തു, പക്ഷെ പിന്നെയും കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പൊ വീട്ടിൽ പറഞ്ഞ സാരില്ല മോളെ, ഹസ്ബൻഡിനല്ലേ കൊടുത്തോ പറഞ്ഞു. കുട്ടി പിന്നെയും കൊടുത്തു. പിന്നെ എന്താ, കൊടുക്കാൻ പറ്റാതിട്ട് ആൾക്കും ആവശ്യങ്ങൾ ഉണ്ടാവില്ലേ. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് എന്താണ്, ദേഹോപദ്രവം തുടങ്ങി. അപ്പൊ വീട്ടിൽ വിളിച്ചിട്ട് പറഞ്ഞ് എന്നെ തല്ലുന്നുണ്ട്. അപ്പൊ വീട്ടിൽ നിന്ന് പറഞ്ഞ് സാരില്ല മോളെ, തല്ലുന്നു. ഇവിടെ എന്താ, അച്ഛനമ്മേനെ തല്ലില്ലേ? സിമ്പിൾ ആണ്. അച്ഛനെന്താ നീ കണ്ടില്ലേ, അച്ഛനമ്മേനെ തല്ലില്ലേ? അത് നിന്റെ ഏട്ടനോട് തല്ലില്ലേ? സി, ഇങ്ങനെയാണ്. സാരില്ല മോളെ, അതെല്ലാം അഡ്ജസ്റ്റ് ആക്കിക്കോ. അഡ്ജസ്റ്റ് ആക്കാനാണ് ഈ പറയുന്നത്. കുട്ടിക്ക് ധൈര്യമോ അവളുടെ അറിയാം, കുട്ടിക്ക് ഇതൊക്കെ തെറ്റാണ് എന്നുള്ള ഒരു ബോധമുണ്ട്. പക്ഷെ ഇതിനെങ്ങനെ പ്രതികരിക്കുന്നറിയില്ല. നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള കുട്ടിയാണ്. അവസാനം കുട്ടി എന്തായി, ജീവിതം ഒരു കയറിന്റെ മേലെ അവസാനിപ്പിച്ചു. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ, ഒരു കാലത്തും നമ്മുടെ മക്കൾക്കോ ഇങ്ങനെയുള്ള ഒരു അവസ്ഥ ഉണ്ടാവരുത്. കാരണം എംപവർ, ശാക്തീകരണമാണ് വേണ്ടത്. എഡ്യൂക്കേഷൻ, ഹെൽത്ത്, അതേപോലെ പൊളിറ്റിക്കൽ റൈറ്റ്, വോട്ട്, സാമ്പത്തിക ഭദ്രത, ഇതൊക്കെ നമ്മൾ അവർക്ക് കൊടുക്കണം. ലീഡർഷിപ്പ്, സ്ത്രീകൾക്ക് കമ്മ്യൂണിക്കേഷൻ ഏറ്റവും കൂടുതൽ പറ്റുന്നത് സ്ത്രീകൾക്കാണ്. ഒരു കാര്യം സംസാരിച്ച് നേടിയെടുക്കാൻ പറ്റുന്നത് സ്ത്രീകൾക്കാണ്. സ്ത്രീകളുടെ ഭാഷ, സ്ത്രീകളുടെ ശരീരഭാഷ, സ്ത്രീകളുടെ സംസാരിക്കുന്ന ഭാഷ, ഇതാണ് ഏറ്റവും പവർഫുൾ. ഓക്കെ, എന്നിട്ട് നമ്മള് കാര്യങ്ങൾ പറയാൻ വേണ്ടി എന്താണ് ECG ഒക്കെ എടുത്ത് ചെക്ക് ചെയ്യിപ്പിക്കാം. 30 വയസ്സ് 40 വയസ്സിന് താഴെയുള്ളവര് അത് 1 വർഷത്തിൽ ചെക്ക് ചെയ്താൽ മതി, നിർബന്ധം. അവർ ഹെൽത്ത് ഈസ് അവർ ഫസ്റ്റ്. നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ സമയം കൊടുക്കുക. ഒരു പാട്ട് കേൾക്കാം, 5 മണിക്ക് എണീറ്റ പാട് ഓടല്ല. ഒരു അരമണിക്കൂർ നമുക്ക് വേണം. അരമണിക്കൂറില്ലെങ്കിൽ 10 മിനിറ്റെങ്കിലും ഒന്ന് കണ്ണാടി നോക്കാനും, ഇഷ്ടപ്പെട്ട രീതിയിൽ വസ്ത്രം ധരിക്കാനും, ഒന്ന് നമ്മുടെ സ്കിൻ കെയറിനും ഹെയർ കെയറിനും ഒക്കെ സമയം കൊടുക്കുക. ഓക്കെ, എല്ലാവരും ഓട്ടമാണ്. അല്ല, 7 മണി കഴിഞ്ഞാല് അതുവരെ പ്രശ്നം. രാവിലെ 9 മണി വരെ ഇങ്ങനെ കിടകടകടയാണ്. പിന്നെ 7 മണി കഴിഞ്ഞാല് ഏത് പൊസിഷനിൽ ഇരിക്കുന്ന ഒരാളാണെങ്കിൽ കൂടി മുഖം ഇങ്ങനെ, ഞാൻ ഇങ്ങനെ കണ്ടിട്ടുള്ളൂ. ഹിന്ദു മുസൽമാനും ക്രിസ്ത്യാനിയും നിന്റെ തന്നുടെ മക്കളും നോക്കിയിടണം. എന്തിനാണ് യുദ്ധ കോലാഹലം, നമ്മൾ ഒന്നിച്ചു കൈകളെ കോർത്തിടണം. ഹിന്ദു മുസൽമാനും ക്രിസ്ത്യാനിയും നിന്റെ തന്നുടെ മക്കളെ നോക്കിയിടണം. എന്തിനാണ് യുദ്ധ കോലാഹലം, നമ്മൾ ഒന്നിച്ചു കൈകളെ കോർത്തിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. അകവിടിയണം, കനലൊതുങ്ങണം. ഇനി സ്നേഹമായി ക്രിസ്ത്യാനിയും നിന്റെ തന്നുടെ മക്കളും നോക്കിയിടണം. എന്തിനാണ് യുദ്ധ കോലാഹലം, നമ്മൾ ഒന്നിച്ചു കൈകളെ കോർത്തിടണം. മുസൽമാനും ക്രിസ്ത്യാനിയും നിന്റെ തന്നുടെ മക്കളെ നോക്കിയിടണം. എന്തിനാണ് യുദ്ധ കോലാഹലം, നമ്മൾ ഒന്നിച്ചു കൈകളെ കോർത്തിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. അകവിടിയണം, കനലൊതുങ്ങണം. ഇനി സ്നേഹമാനും ക്രിസ്ത്യാനിയും നിന്റെ തന്നുടെ മക്കളും നോക്കിയിടണം. എന്തിനാണ് യുദ്ധ കോലാഹലം, നമ്മൾ ഒന്നിച്ചു കൈകളെ കോർത്തിടണം. മുസൽമാനും ക്രിസ്ത്യാനിയും നിന്റെ തന്നുടെ മക്കളെ നോക്കിയിടണം. എന്തിനാണ് യുദ്ധ കോലാഹലം, നമ്മൾ ഒന്നിച്ചു കൈകളെ കോർത്തിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. അകവിടിയണം, കനലൊതുങ്ങണം. ഇനി സ്നേഹം നിറയും. 550D ക്വാളിറ്റി TMT സ്റ്റീൽ ബാറായ മിനാർ TMT സ്റ്റീൽ ബാർ ഉപയോഗിച്ചാൽ
പിന്നെ ഏത് ആകാശം മുട്ടുന്ന ബിൽഡിംഗും കരുത്തോടെ കാലങ്ങളോളം നിലനിൽക്കും. വിശ്വാസത്തിന്റെ കാതൽ, കരുത്തിന്റെ കാവൽ. മിനാർ TMT Temcor FE 550D സ്റ്റീൽ ബാർ. മറിയം ബോഡി ലോഷന് വെല്ലുന്ന ഒരു ലോഷൻ നമ്മുടെ കയ്യിലെത്തിയിട്ടുണ്ട്. അൽ ഫലാജ് പെർഫ്യൂം ഇൻഡസ്ട്രി എന്നുള്ള ബ്രാൻഡിന്റെ മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോഡി ലോഷൻ ആണ്. ഇതിന്റെ ബോക്സും കാര്യങ്ങളൊക്കെ ഇതാ ഈ രൂപത്തിലാണ്. നല്ലൊരു ഗിഫ്റ്റിംഗ് പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ലൊരു മുസ്കാൻ എന്ന അറബിയിൽ കാലിഗ്രഫിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രസന്റേഷൻ കേട്ടോ. ജസ്റ്റ് ഓപ്പൺ ചെയ്തുതരാം. ഈ രൂപത്തിലായിരിക്കും ഇതിന്റെ ഓപ്പണിംഗും പ്രസന്റേഷനും വരുന്നത്. ഇതാണ് മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ബോഡി ലോഷൻ. എന്റെ മോനെ ഇതിന്റെ സ്മെല്ല് സ്നിഫ് ചെയ്യുന്ന വേണം, വേറെ ലെവൽ സ്മെല്ല്. കാരണം മറിയം ബോഡി ലോഷൻ വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡി ലോഷൻ ആയിരുന്നു. പക്ഷേ മുസ്കാൻ കിട്ടിയതിനു ശേഷം മറിയം ബോഡി ലോഷൻ ഒന്നുമല്ല ചെയ്യുന്ന ഓൾമോസ്റ്റ് ഒരു 99.9% പേരും ഈ ഒരു ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടും. കാരണം നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള ഫ്ലോറൽ, ഫ്രൂട്ടി, വനില, ക്രീമി, കാൻഡി, മിൽക്കി സ്മെല്ലാണ് മുസ്കാനിൽ വരുന്നത്. വേറെ ലെവൽ സാധനം. ട്രൈ ചെയ്ത് നോക്കി, ഏതായാലും ഡിസപ്പോയിന്റഡ് ആവില്ല. മറിയത്തിനെക്കാട്ടിയും അത്യാവശ്യം നല്ല ലാസ്റ്റിംഗ് കിട്ടുന്നുണ്ട്. ഇത് നിങ്ങൾ GCCയിലൊക്കെ കുളിച്ച് കഴിഞ്ഞ ശേഷം നെക്കിലൊക്കെ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ക്ലോത്തും കാര്യങ്ങളൊക്കെ ഇട്ട് നിങ്ങൾ ഓഫീസിലൊക്കെ പോയി തിരിച്ചു വന്ന് നിങ്ങൾ ക്ലോത്ത് ചേഞ്ച് ചെയ്യുന്ന സമയത്തും ഈ ഒരു സ്മെല്ല് GCCയിൽ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ മെയിനായിട്ട് ചെയ്യുന്നത് ഹോൾസെയിലാണ്. ആർക്കെങ്കിലും ബൾക്കായിട്ട് ഹോൾസെയിൽ വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത് നമ്മൾ കോൺടാക്ട് ചെയ്തോളി. അവർ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും. ഇനി നാട്ടിലോട്ട് ആർക്കെങ്കിലും ഹോൾസെയിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനെ അവരെ കോൺടാക്ട് ചെയ്തോളി. പിന്നെ പെർഫ്യൂമൊക്കെ ആർക്കെങ്കിലും മാനുഫാക്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതുപോലെ പ്രൈവറ്റ് ലാബിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. ഏതായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ സാധനം നിങ്ങൾ ഓർഡർ ചെയ്തോളി. ഓൾ ഓവർ UAE അവരുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്തിടും. City Gold, Gold and Diamonds, Kerala and Karnataka.